ഈ അടുത്ത് ഞാൻ കണ്ടൊരു ഫോട്ടോ എന്നെ വല്ലാതെ ഞെട്ടിപ്പിച്ചു. ആണുങ്ങൾ ചാടുന്നത് കണ്ട് അതേപോലെ പെണ്ണുങ്ങൾ ചാടിയാൽ യൂട്രസ് സ്ലിപ്പാകുമെന്ന മഹത്വാക്യം പറഞ്ഞ പ്രസിദ്ധനായ ഒരു ഡോക്ടർക്ക് ഏതോ ചാനലിന്റെ അംഗീകാരം വനിതാ കമ്മീഷൻ അംഗം നൽകുന്ന ചിത്രമാണ് എന്നെ ഞെട്ടിപ്പിച്ചത്. ഉയർന്ന ശാസ്ത്രബോധവും ജെൻഡർ ഈക്വാലിറ്റിയുമുള്ള നാടാണ് നമ്മുടേതെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ യൂട്രസ് സ്ലിപ്പാകുന്നതിനെ കുറിച്ചുള്ള മഹത്വാക്യം പറഞ്ഞ ആ വ്യക്തി അങ്ങനെ പബ്ലിക്കിൽ പറയാൻ മടിക്കും. അദ്ദേഹത്തിന്റെ ഉള്ളിലെ ചിന്ത അങ്ങനെയൊക്കെ തന്നെയാണെങ്കിലും. കാരണം അങ്ങനെയൊരു സമൂഹത്തിൽ തനിക്ക് അത്തരമൊരു ചിന്തയാണുള്ളതെന്ന് മറ്റുള്ളവർ അറിഞ്ഞാൽ അത് അയാൾക്ക് നാണക്കേടായിരിക്കും. എന്നാൽ ഇപ്പോഴത്തെ നമ്മുടെ നാട്ടിലെ അവസ്ഥയിൽ ഇങ്ങനെ ശാസ്ത്രത്തിന് നിരക്കാത്ത മണ്ടത്തരവും സ്ത്രീവിരുദ്ധതയും പബ്ലിക്കിൽ പറഞ്ഞാൽ നാണക്കേടല്ല എന്ന് മാത്രമല്ല വനിതാ കമ്മീഷൻ അംഗത്തിൽ നിന്ന് അവാർഡ് വരെ ലഭിക്കും. ഇത് തീർച്ചയായും കാണിക്കുന്നത് നമ്മുടെ സമൂഹത്തിൽ കാര്യമായ എന്തോ പ്രശ്നമുണ്ട് എന്നത് തന്നെയാണ്. അതിലേക്ക് വരുന്നതിന് മുമ്പ് നമുക്ക് നാണക്കേടിനെ കുറിച്ച് സംസാരിക്കാം. പൊതുവെ നാണക്കേട് എന്നത് ഒരു നെഗറ്റീവായ കാര്യമായാണ് നമ്മൾ ചിന്തിക്കാറുള്ളത്. എന്നാൽ ജെനിഫർ ജാക്വേറ്റ് എന്ന എഴുത്തുകാരി അവരുടെ ഈസ് ഷെയിം നെസസറി ന്യൂ യൂസസ് ഫോർ എൻ ഓൾഡ് ടൂൾ എന്ന പുസ്തകത്തിൽ പറയുന്നത് മറിച്ചാണ്. സമൂഹത്തിൽ പോസിറ്റീവ് മാറ്റം വരുത്താനുള്ള ഒരു എഫക്റ്റീവ് ടൂളായി നാണക്കേടിനെ ഉപയോഗിക്കാമെന്നാണ് അവർ പറയുന്നത്. ഉദാഹരണത്തിന് ഒരുപാട് രാഷ്ട്രീയക്കാരും ഉദ്യോഗസ്ഥരും അഴിമതി നടത്തുന്നുണ്ടെന്ന് നമുക്കറിയാം. ആരെങ്കിലും ഒരാൾ അവരുടെ ഈ അഴിമതി ഏതെങ്കിലും രീതിയിൽ പബ്ലിക്കിന് മുന്നിൽ എത്തിച്ചു എന്ന് കരുതുക. അത് ഈ രാഷ്ട്രീയക്കാർക്കും ഉദ്യോഗസ്ഥർക്കും ഒരു നാണക്കേടായിരിക്കും. ഇതേപോലെ വലിയ കമ്പനികൾ അവരുടെ കൺസ്യൂമേഴ്സിനെ ഏതെങ്കിലും രീതിയിൽ പറ്റിക്കുന്നുണ്ടെന്ന് കരുതുക. അതും ആരെങ്കിലും പബ്ലിക്കിന്റെ മുന്നിൽ കൊണ്ടുവന്നാൽ ആ കമ്പനികൾക്ക് അത് നാണക്കേടായിരിക്കും. ആ നാണക്കേട് കാരണം അല്ലെങ്കിൽ ഭാവിയിലെ അതുപോലുള്ള നാണക്കേട് ഭയന്ന് അവർ ചെയ്യുന്ന തെറ്റുകൾ അവർക്ക് നിർത്തേണ്ടി വരും. അതായത് സാധാരണക്കാർക്ക് തെറ്റ് ചെയ്യുന്ന ശക്തരായ കമ്പനികൾക്കും വ്യക്തികൾക്കും എതിരേക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന നല്ലൊരു ടൂളാണ് നാണക്കേട് എന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം നാണക്കേടും കുറ്റബോധവും രണ്ടും രണ്ടാണ് എന്നതാണ്. കുറ്റബോധം എന്നത് പേഴ്സണൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. എന്നാൽ നാണക്കേട് എന്നത് മറ്റുള്ളവരുടെ മുന്നിൽ തുറന്നു കാണിക്കപ്പെടുമെന്ന പേടിയാണ്. സമൂഹത്തിൽ നടക്കുന്ന തിന്മകൾ നിർത്തിക്കാൻ പലപ്പോഴും കുറ്റബോധത്തെക്കാൾ എഫക്റ്റീവായിട്ടുള്ള നാണക്കേടാണ്. ഒരു ഉദാഹരണത്തിലൂടെ ഇത് വിശദമാക്കാം. നിങ്ങളുടെ ഗൂഗിൾ സെർച്ച് ഹിസ്റ്ററി നിങ്ങളുടെ കൂട്ടുകാർക്കും വീട്ടുകാർക്കുമൊക്കെ ആരും അയച്ചു കൊടുക്കുന്നുവെന്ന് കരുതുക. അതിൽ പലർക്കും നാണക്കേട് തോന്നാം. അത് അവർക്ക് വലിയൊരു ബുദ്ധിമുട്ടായിരിക്കാം. എന്നാൽ അതേ കാര്യങ്ങൾ സെർച്ച് ചെയ്തപ്പോൾ കാര്യമായ പ്രശ്നമുണ്ടായില്ല. സെർച്ച് ചെയ്ത ചില കാര്യങ്ങളിൽ കുറ്റബോധം തോന്നിയെങ്കിൽ പോലും. കുറ്റബോധം എന്നത് പേഴ്സണൽ ആയതുകൊണ്ട് തന്നെ അത് കാരണം ചെയ്യുന്ന തെറ്റിൽ നിന്നും നമ്മൾ പിന്മാറാനുള്ള സാധ്യത നാണക്കേടിനെ അപേക്ഷിച്ച് കുറവാണ്. ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ സിനിമ കണ്ടിട്ട് പല പുരുഷന്മാർക്കും കുറ്റബോധം തോന്നിയെന്ന് അവർ രേഖപ്പെടുത്തിയത് കണ്ടിരുന്നു. ശരിക്കും പുരുഷന്മാർക്ക് തോന്നേണ്ടിയിരുന്നത് നാണക്കേടാണ്, കുറ്റബോധമല്ല. കാരണം ഭാര്യയെ അടിമയെ പോലെ ട്രീറ്റ് ചെയ്യുന്നതിൽ കുറ്റബോധമാണ് തോന്നുന്നതെങ്കിൽ നാണക്കേട് തോന്നിയില്ലെങ്കിൽ ആ തെറ്റ് ആവർത്തിക്കാനുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത്. ഭാര്യയെ അങ്ങനെ ട്രീറ്റ് ചെയ്തതിന് ശേഷം കുറ്റബോധം കൂടി തോന്നുന്നു എന്ന് മനസ്സിലുണ്ടെങ്കിൽ ചിലപ്പോൾ അതൊരു ആശ്വാസം നൽകുകയും അങ്ങനെ തന്നെ തുടരാൻ പ്രേരിപ്പിക്കുകയും ചെയ്യാം. ഇപ്പോൾ ഇവിടെ സ്വാഭാവികമായും ഒരു ചോദ്യം ഉയരാം. പല രാഷ്ട്രീയക്കാരെയും സോഷ്യൽ മീഡിയ സെലിബ്രിറ്റികളെയും അവരുടെ തെറ്റുകൾ പരസ്യപ്പെടുത്തി നാണം കെടുത്തിയിട്ടും അവർക്കൊരു പ്രശ്നവുമില്ലല്ലോ എന്ന്. ഉദാഹരണത്തിന് കേരളത്തിലെ ഒരു രാഷ്ട്രീയക്കാരൻ പറയുന്നത് നുണയാണെന്ന് ലൈവിൽ തെളിവ് സഹിതം മീഡിയ കാണിച്ചിട്ടും അയാൾക്കോ അയാളുടെ അനുയായികൾക്കോ ഒരു കുലുക്കവുമില്ലെന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഞാൻ കണ്ടൊരു സന്ദർഭമാണ് സൂചിപ്പിച്ചത്. എനിക്ക് ഉറപ്പാണ് ഇതുപോലുള്ള ഒരുപാട് സന്ദർഭങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ആ പുസ്തകത്തിൽ തന്നെ ജെനിഫർ ജാക്വേറ്റ് പറയുന്നുണ്ട്, ചില ഘടകങ്ങൾ ഒത്തുവന്നാൽ മാത്രമേ നാണക്കേട് എന്നതിനെ ഒരു പോസിറ്റീവ് ടൂളായി ഉപയോഗിക്കുന്നതിൽ കാര്യമുള്ളൂ എന്ന്. അതിൽ പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ആരുടെ തെറ്റാണോ ചൂണ്ടിക്കാണിച്ച് അയാളെ നാണം കെടുത്താൻ ഉദ്ദേശിക്കുന്നത് അയാളുടെ അനുയായികൾക്ക് അല്ലെങ്കിൽ ഫോളോവേഴ്സിന് നമ്മൾ ചൂണ്ടിക്കാണിക്കുന്ന ആ തെറ്റ് തെറ്റാണെന്ന് തോന്നണം. അല്ലാതെ എക്സ്പോസ് ചെയ്യപ്പെടുന്ന ആ തെറ്റ് ഓഡിയൻസിന്റെ മൊറാലിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നവും ഇല്ലാത്തതാണെങ്കിൽ അവിടെ തെറ്റ് ചെയ്തയാൾക്ക് ഒരു നാണക്കേടും തോന്നണമെന്നില്ല. ഉദാഹരണത്തിന് നിരീശ്വരവാദികളുടെ ഒരു നേതാവുണ്ടെന്ന് കരുതുക. അയാൾ നിരീശ്വരവാദം പറഞ്ഞാണ് അയാളുടെ അനുയായികളെ ഉണ്ടാക്കിയത്. അയാൾ രഹസ്യമായി അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുന്ന വീഡിയോ ആരോ എടുത്ത് പബ്ലിക്കാക്കിയെന്ന് കരുതുക. സ്വാഭാവികമായും അയാൾക്കതൊരു നാണക്കേടായിരിക്കും. കാരണം അനുയായികളെ സംബന്ധിച്ചിടത്തോളം അയാൾ അവരെ പറ്റിക്കുകയായിരുന്നു. അവർക്കത് മനസ്സിലായി കഴിഞ്ഞു. ഇവിടെ നാണക്കേടെന്ന ടൂൾ ഫലപ്രദമാണ്. എന്നാൽ വർഗീയത പറഞ്ഞ് അനുയായികളെ സൃഷ്ടിക്കുന്ന മറ്റൊരു നേതാവുണ്ടെന്ന് കരുതുക. വർഗീയതയാണ് പറയുന്നതെങ്കിലും മറ്റുള്ളവരെ കൊല്ലുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല എന്നും അയാൾ പറഞ്ഞിട്ടുണ്ടെന്ന് കരുതുക. പിന്നീട് അയാൾ ഒരു വർഗീയ കലാപത്തിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ടെന്നതിന്റെ തെളിവ് ആരോ പബ്ലിക്കാക്കിയെന്ന് കരുതുക. ഇവിടെ അയാൾക്ക് നാണക്കേട് തോന്നാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം കൂട്ടക്കുരുതിക്ക് കൂട്ടുനിൽക്കില്ലെന്ന് അയാൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും വർഗീയത പറഞ്ഞ് അയാൾ സൃഷ്ടിച്ച അനുയായികൾ കൂട്ടക്കൊലയ്ക്ക് പുറകിലെ അയാളുടെ പങ്ക് അത്ര വലിയൊരു പ്രശ്നമായിരിക്കില്ല. അവർ പ്രതീക്ഷിക്കാത്തതിൽ നിന്നും വലിയൊരു തെറ്റൊന്നും അയാൾ ചെയ്തിട്ടില്ല. ഇതുപോലെയൊക്കെ തന്നെയാണ് ഇപ്പോഴത്തെ പല സോഷ്യൽ മീഡിയ സെലിബ്രിറ്റികളുടെ കാര്യവും. അവരുടെ തെറ്റുകൾ പരസ്യപ്പെടുത്തി അവരെ നാണം കെടുത്തി നന്നാക്കാനുള്ള പലരുടെയും ശ്രമം വിഫലമാകുകയാണ് ചെയ്യുന്നത്. കാരണം അവർക്ക് നാണമില്ല എന്നത് തന്നെ. അയാളൊരു സ്ത്രീവിരുദ്ധനാണ്, ഹോമോഫോബിക് ആണ്, ബോഡി ഷെയ്മിംഗ് നടത്തുന്നുണ്ട് എന്നതൊക്കെ ചൂണ്ടിക്കാണിച്ചാൽ അതൊക്കെ അലങ്കാരമായി കൊണ്ട് നടക്കാൻ അയാൾക്ക് കഴിയും. കാരണം അതൊക്കെ പ്രചരിപ്പിച്ചാണ് അയാൾ ആളെ കൂട്ടിയത് തന്നെ. ഇവിടെയും അയാളുടെ ഫോളോവേഴ്സ് പ്രതീക്ഷിക്കാത്ത തെറ്റൊന്നുമല്ല പലരും ചൂണ്ടിക്കാണിക്കുന്ന അയാൾ ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റ്.
അപ്പോൾ പണവും സ്വാധീനവും ഉള്ളതുകൊണ്ട് തെറ്റ് ചെയ്തയാളെ നിയമം വഴി ശിക്ഷിക്കാൻ പറ്റുന്നില്ല. നാണമില്ലാത്തത് കൊണ്ട് നാണം കെടുത്താനും പറ്റുന്നില്ല. പിന്നെ സ്ത്രീവിരുദ്ധത പറഞ്ഞ് ഫേമസ് ആയ ആളുകൾക്ക് അവാർഡ് വരെ കൊടുക്കുന്ന വനിതാ കമ്മീഷൻ പോലുള്ള സ്ഥാപനങ്ങളും. ചുരുക്കത്തിൽ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ മാറ്റങ്ങൾ പെട്ടെന്ന് സംഭവിക്കാൻ പോകുന്നില്ല. ഇതിനുള്ള ആകെ സൊല്യൂഷനായി ഞാൻ കാണുന്നത് ഇതൊക്കെ തെറ്റാണെന്ന് മനസ്സിലാക്കുന്ന ആളുകൾ കൂടുതൽ പ്രതികരിക്കുക എന്നത് മാത്രമാണ്. ഇവിടെ അങ്ങനെ അല്ലാത്തത് കൊണ്ട് സംഭവിക്കുന്നത് എന്താണെന്ന് ഒരു സാങ്കല്പിക ഉദാഹരണത്തിലൂടെ പറയാം. സ്ത്രീകളെ കല്ലെറിഞ്ഞു കൊല്ലുന്നത് ഒരു ആചാരമോ അല്ലെങ്കിൽ ആഘോഷമോ ആക്കി മാറ്റുന്ന ഒരു സമൂഹം അല്ലെങ്കിൽ രാജ്യമൊന്ന് ഇമാജിൻ ചെയ്യുക. ആ സമൂഹത്തിൽ അതിനെ എതിർക്കുന്ന ഒരു നിയമമൊക്കെ ഉണ്ടെങ്കിലും നിയമം വളരെ ദുർബലമാണെന്നും കാര്യങ്ങൾ നിയമമല്ല മറിച്ച് സിസ്റ്റമാണ് തീരുമാനിക്കുന്നതെന്നും കരുതുക. അവിടെയുള്ള ഭൂരിപക്ഷം ജനങ്ങളും കല്ലെറിഞ്ഞു കൊല്ലുന്നതിനെ സപ്പോർട്ട് ചെയ്യുന്നവരാണെന്നും കരുതുക. ഒരു തവണ ഈ കല്ലെറിഞ്ഞു കൊല്ലൽ ചടങ്ങ് നടക്കുന്ന സമയത്ത് ഒരു യുവാവ് എറിഞ്ഞ കല്ല് ആ സ്ത്രീയുടെ കണ്ണിൽ തന്നെ കൃത്യമായി കൊണ്ടെന്ന് കരുതുക. ചുറ്റും കൂടിയിരുന്നവർ വിചാരിച്ചിട്ട് നടക്കാത്ത ഒരു കാര്യമാണത്. ആ ഒരു സംഭവത്തോടെ അയാൾ അവിടെ ഒരു വലിയ ഹീറോ ആയി മാറും. അവിടെ ട്രോളന്മാരുണ്ടെങ്കിൽ അയാളെ വർണ്ണിച്ച് ഒരേ ഒരു രാജാവാക്കി ട്രോളൊക്കെ ഉണ്ടാക്കി കളയും. ഏറുകൊണ്ട സ്ത്രീയെ സേച്ചി ഒരൊറ്റ ഏറിൽ വടിയായി എന്നൊക്കെ തമ്പനയിൽ കൊടുത്ത് ട്രോൾ ഇട്ടാൽ ഭൂരിപക്ഷം അത് സപ്പോർട്ട് ചെയ്യുകയും ആഘോഷിക്കുകയും ചെയ്യും. ഭൂരിപക്ഷം കൂടെയുണ്ടെങ്കിൽ എൻഡോസ് ചെയ്യാൻ മറ്റ് സ്ഥാപനങ്ങളും ക്യൂ നിൽക്കും. ഈ പ്രവൃത്തിയെ എതിർക്കുന്ന കുറച്ചു പേരുണ്ടെങ്കിൽ പോലും ഭൂരിപക്ഷം സപ്പോർട്ട് ചെയ്യുന്ന ഒരാളെ നാണം കെടുത്താനോ എക്സ്പോസ് ചെയ്യാനോ അവർക്ക് കഴിയില്ല. ഏതാണ്ട് ഇതേ ലോജിക്കാണ് നമ്മുടെ നാട്ടിൽ സെക്സിസം, ട്രാൻസ്ഫോബിയ, ഹോമോഫോബിയ, സ്യൂഡോസൈൻസ്, ബോഡി ഷെയ്മിംഗ് എന്നിവയുടെ ഗ്ലോറിഫിക്കേഷനിലെല്ലാം നടക്കുന്നത്. അതുകൊണ്ട് ഇതൊക്കെ തെറ്റാണെന്ന് ഭൂരിപക്ഷം മനസ്സിലാക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ സമൂഹത്തെ എത്തിക്കേണ്ടിയിരിക്കുന്നു. യൂട്രസിനെ കുറിച്ചുള്ള പ്രഭാഷണം പ്രശസ്ത ഡോക്ടർ നടത്തിയപ്പോൾ ആകെ ഒരു പെൺകുട്ടിയാണ് അതിനെതിരെ പ്രതികരിച്ചത്. അടുത്ത തവണ ഇങ്ങനെയൊരു പ്രസംഗം ആരെങ്കിലും നടത്തിയാൽ അത് കേട്ടുകൊണ്ടിരിക്കുന്ന ഭൂരിഭാഗം പേരും അതിനെതിരെ പ്രതികരിക്കുന്ന ഒരു സമൂഹമായി മാറാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. ഇങ്ങനെ എക്സ്പോസ് ചെയ്യപ്പെട്ടിട്ടും നാണക്കേട് തോന്നാത്ത സെലിബ്രിറ്റികളെ കുറിച്ചും ഇൻഫ്ലുവൻസേഴ്സിനെ കുറിച്ചുമുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? കമന്റ് ബോക്സിൽ എഴുതുമല്ലോ. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.